നമ്മൾ ലാസ്റ്റത്തെ ആക്മി ത്രെഡാണ് പറയാൻ പോകുന്നത്. ആക്മി ത്രെഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിൽ കുറച്ച് ചേഞ്ച് ഉണ്ട് മറ്റുള്ള ത്രെഡിനേക്കാളും. ഈ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ നോക്കി അറിയാം. H3 = 0.5p + 0.25ഉം ഇയുടെ പ്രൊപ്പോർഷൻ എന്താ 0.3707p. ഇനി ഇയും H3 ഒക്കെ എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ആക്കി എടുക്കുന്നത്? ഈ ത്രെഡ് വരയ്ക്കാൻ എളുപ്പത്തിന്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 29 ഡിഗ്രി ടു 29 ഡിഗ്രിയാണ്. ഇനി എങ്ങനെ 29 ഡിഗ്രി ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുമെന്ന് കാണാം. അതായത് പിച്ച് നമുക്കറിയാം. പിച്ചിൽ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരച്ച് ഇട്ട് പോവുക. അതിനുശേഷം ആദ്യത്തെ പോയിന്റിൽ നിന്ന് ഇ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 11.121. ഈ 11.121 11 റൗണ്ട് ചെയ്തിട്ട് ഇവിടെ മുതൽ ഇതുവരെ 11.121 വരയ്ക്കുക ഡാർക്കായിട്ട്. അടുത്ത് ഇവിടെ വരയ്ക്കുക, അടുത്ത് ഇവിടെ വരയ്ക്കുക, ഇവിടെ വരയ്ക്കുക. ഇനി H3 നമുക്കറിയാം ഹൈറ്റ് ആണെന്ന്. H3 നമുക്ക് എത്ര 15.25 കിട്ടിയിട്ടുണ്ട്. ആ 15.25 നമ്മൾ H3 മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചിടുക. ഇനി ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് താഴോട്ട് ആംഗിൾ 108 ഡിഗ്രി. ഈ ആംഗിൾ 108 ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത്രയും ഡിസ്റ്റൻസിൽ വന്ന് നമുക്ക് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് എത്രയാണ്? ഇവിടെയും സെയിം തന്നെ. ഇ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് എത്രയാണ്? ഇ നമുക്ക് വരയ്ക്കാം. എത്രയാണ്? ഈ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 11.121. ആ 11 ഇവിടെ വരയ്ക്കുക. ദെൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് സ്കെയിൽ കൊണ്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ആക്മി ത്രെഡ് കിട്ടും. ലാസ്റ്റ് ഹാച്ച് ചെയ്യുക. ഇത്രയാണ് ആക്മി ത്രെഡിലുള്ളൂ.